ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം KSRTCയുടെ ഉല്ലാസയാത്ര പദ്ധതി പ്രകാരമുള്ള ഒരു യാത്രയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇതെങ്ങനെയാണ് പോയത്, നിങ്ങളെങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഞങ്ങൾ KSRTCയുടെ ആപ്പ് വഴി അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴതിൽ DTC വഴിയാണ് നമ്മളെ ഈ യാത്ര കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് DTC എടുക്കുമ്പോൾ അതിനകത്ത് കോൺടാക്റ്റ് നമ്പർ വരും. അവരെ വിളിക്കുമ്പോൾ നമ്മുടെ നമ്പർ ആഡ് ചെയ്യും. അപ്പോൾ ഈ KSRTCയുടെ ഏതെല്ലാം യാത്രാ പ്രോഗ്രാമുകൾ വരുന്നോ അപ്പോഴൊക്കെ നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റും. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. വളരെ നല്ല അനുഭവമായിരുന്നു, നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ പോയത് ഗവിയിലേക്കാണ്. നമ്മളൊരു രാവിലെ ഒരു 5:30 ആയപ്പം പോയി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പത്തനംതിട്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതെല്ലാം അവർ അറേഞ്ച് ചെയ്തോളും കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പൈസ നമ്മൾ കൊടുത്തു, ഉച്ചയൂണിന് അവരായിരുന്നു കൊടുത്തത്. അപ്പോഴും നമ്മുടെ ആ പാക്കേജിന് ഉള്ളിൽ തന്നെ എല്ലാം അവരത് പൈസ എല്ലാം അതിനകത്തുണ്ട്. ഉച്ചയൂണിൻ്റെ അതേപോലെ നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് കൊട്ടവഞ്ചിയിൽ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ യാത്ര ചെയ്ത് കൊട്ടവഞ്ചി യാത്രയെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിനകത്ത് കയറി പോകുന്നതിന് അതിൻ്റെ ഫീസ്, അതേപോലെ നമ്മൾ പോകുന്ന ഓരോ ചെക്ക് പോസ്റ്റിലുള്ള ഫീസുകൾ അതെല്ലാം KSRTC ഇതിനകത്ത് വരും. അതെല്ലാം നമ്മൾ എല്ലാം കൂടെ ചേർത്താണ് അവരൊരു പാക്കേജ് പറയുന്നത്. അപ്പോഴും നമ്മൾ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിലെല്ലാം അവർ ഉത്തരവാദിത്തമായിട്ടെല്ലാം അതെല്ലാം ചെയ്തോളും. അതുപോലെ നമുക്ക് ഭക്ഷണം വാങ്ങിത്തരും. നല്ല നല്ല ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുചെന്ന് വണ്ടി നിർത്തി നമുക്കത് വാങ്ങിത്തരും. എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല ഉത്തരവാദിത്തമായിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോഴിതിൽ പോകാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്തുള്ള KSRTCയുടെ ഡിപ്പോയായി ബന്ധപ്പെട്ടാൽ അവരതിൻ്റെ കോൺടാക്റ്റ് നമ്പർ തരും. അപ്പോൾ നമ്മളെ അതിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവരെപ്പോഴൊക്കെ ടൂറ് പോകുന്നു അപ്പോഴെല്ലാം അവർ അതിൻ്റെ ഇതിടും, നമ്മുടെ മൊബൈലിലേക്ക് ഇടും. അപ്പോഴും നമുക്ക് അതിൽ നമുക്ക് താല്പര്യമുണ്ട്. നമുക്ക് സൗകര്യപ്രദമായ ദിവസവും അതേപോലെ പൈസയും നമുക്ക് സൗകര്യപ്രദമായ പാക്കേജും ഒക്കെ ആണെങ്കിൽ നമുക്ക് അവരുമായിട്ട് പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. നമ്മളെ തലേന്ന് 2-3 ദിവസം മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. പോകുന്ന സ്ഥലത്തെക്കുറിച്ചും കൊണ്ടുവരേണ്ട സാധനങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും എല്ലാം അവരിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വാട്സപ്പ് വഴി. അപ്പോൾ നമുക്ക് അതുപോലെ എല്ലാം ചെയ്യാം. അതുപോലെ നമ്മൾ ഇപ്പോൾ തണുപ്പുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ തണുപ്പിനുള്ള വസ്ത്രങ്ങൾ എടുക്കണമെന്നും ഗുളിക കൊണ്ടുവരണമോ അതെല്ലാം അവർ അന്നേരം അറിയിക്കും. അതുപോലെ വണ്ടി പുറപ്പെടാൻ നേരത്ത് അതിൻ്റെ സമയം അറിയിക്കും. നമ്മൾ നിൽക്കേണ്ട സ്ഥലം നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അതേ സ്ഥലത്തു നിന്ന് നമ്മളെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. എല്ലാം സൗകര്യപ്രദമായ രീതിയിലാണ് അവർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഏത് KSRTC ഡിപ്പോയാണോ അതാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ടും മാറി വേറൊരു ഡിപ്പോയുടെ വണ്ടിയിൽ പോയാലും നമുക്ക് നമ്മുടെ വാഹനത്തിൽ തിരിച്ച് നമ്മുടെ വീട്ടിലെത്താം. അതേപോലെ അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡിപ്പോ അല്ലായിരുന്നെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. അവർ കാറ് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങളതിൽ പോയി അവിടെ നിന്ന് കയറി ചടയമംഗലം ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ കയറിയത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഗവിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ടാണ് വന്നത്. നമുക്കല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഡിപ്പോ ആണെങ്കിൽ നമുക്ക് അവിടെ വന്ന് ഇറങ്ങുകയും ചെയ്യാം. അതും വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. പിന്നീട് യാത്രയാണെങ്കിലും അവർ നല്ല ഉത്തരവാദിത്വത്തോടെ നമ്മളെ കൊണ്ടുപോകും. ഭയങ്കര ഉല്ലാസപ്രദമായ യാത്രയാണ്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും. കണ്ടക്ടറും ഡ്രൈവറും എല്ലാം നന്നായിട്ട് അവർ നമ്മളെ എൻജോയ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. പാട്ട് പാടുകയും അക്ഷരശ്ലോക മത്സരം, ഡാൻസ് എല്ലാം അതിനകത്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ്, ബഹളമാണ്, നല്ല ഉല്ലാസം. ആ ഒരു ദിവസം നമുക്ക് മറക്കാനാവാത്ത ഒരു ദിവസം പോലെ അവർ കൊണ്ടുപോകും. എനിക്ക് എല്ലാം കൊണ്ടും വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. അതുപോലെ നമ്മുടെ സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന യാത്രയാണ്. പിന്നീട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ തനിച്ചായാലും നമുക്ക് KSRTCയിലൂടെ യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കണ്ട. ഈ വരുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് കൂട്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഉത്തരവാദിത്തമായിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. കണ്ടക്ടറായാലും ഡ്രൈവറായാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ അത് പ്രത്യേകം അവരത് നമ്മളെ എല്ലാ കാര്യത്തിലും ഹോട്ടലിൽ കയറിയാലും അതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും എല്ലാം നമുക്ക് തനിയെ ഉള്ളോ കൂടെ ആളുണ്ടോ എല്ലാം അവർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതേപോലെ പ്രായമായ 2-3 പ്രായമുള്ള അമ്മയും അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം പ്രായമായി റിട്ടയറായി പൈസയൊക്കെ ആയപ്പോൾ ടൂറ് കൊണ്ടുപോകാനും ഇപ്പോൾ ആരുമില്ല. അതുപോലെ മക്കളൊക്കെ വിദേശത്താണ്.
പൈസയുണ്ട് ബാങ്കിൽ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇതുപോലെ കൊണ്ടുപോകാൻ ആളില്ലാതിരുന്നവർക്കെല്ലാം വളരെ സൗകര്യപ്രദമായ കാര്യമാണ് ഇപ്പോൾ KSRTCയുടെ യാത്ര. അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ വന്ന് കൊണ്ടുപോയി തിരിച്ച് അവരെ അവിടെ ഉത്തരവാദിത്തമായിട്ട് കൊണ്ട് ഇറക്കി. അതുപോലെ ഹോട്ടലുകളിലും എല്ലാം അവരെ സഹായിച്ച് എല്ലാത്തിനും. അതുപോലെ നമ്മൾ ടൂർ വരുന്ന ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടായി കഴിയുമ്പോൾ അവർക്കും അത് സൗകര്യമാവും, അവരും കൂടെ നോക്കിക്കൊള്ളുക ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു യാത്രയാണ് KSRTCയുടെ യാത്ര. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയും ടൂർ പ്രോഗ്രാം വരുവാണെങ്കിൽ പോകണമെന്ന് തന്നെയാണ് നമ്മുടെ പ്ലാൻ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ ആയിരിക്കണം. നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പോകണമെന്നും ഇല്ലല്ലോ. നമുക്ക് കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഇനിയും പോകുകയാണെങ്കിൽ ഇനിയും പോകണം. അതുപോലെ ഒരു ദിവസത്തെ യാത്ര, 2 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട്. അതുപോലെ മൂകാംബിക, അതേപോലെ വലിയ ട്രിപ്പും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കുറ്റമല്ല, ഒരു ഇത് പറയാനുള്ളത്, ബസ് നമ്മുടെ KSRTC ബസ് ആയിരിക്കും ഒരു ദിവസത്തെ യാത്രയ്ക്കൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ നല്ല ബസ് ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും ഇരിക്കാനൊക്കെ. വയസ്സായവർക്കൊക്കെ കുറേ നേരം ഇങ്ങനെ ആ ബസ്സിൽ KSRTC ബസ്സിൻ്റെ യാത്ര ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലേ ഉള്ളൂ. സീറ്റൊക്കെ ഇച്ചിരി നല്ല സീറ്റൊക്കെ ഉള്ളൊരു ബസ്സാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുമാത്രമേ എനിക്ക് അതിലൊരു കുറ്റമായിട്ട് കണ്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ബസ്സുകളൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ടല്ലോ, അന്നേരം അതൊക്കെ വരും. പിന്നെ ഈ മൂകാംബിക അതേപോലെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ നല്ല ബസ്സായിരിക്കും എന്നിട്ട് കണ്ടക്ടർ പറഞ്ഞു. ഇതുപോലെ ഒറ്റ ദിവസത്തെ യാത്രയ്ക്കൊക്കെയാണ് ഇതേപോലത്തെ ബസ് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതേ ഉള്ളൂ അതിനകത്തൊരു ഡിസഡ്വാൻറ്റേജായിട്ട് എനിക്ക് കണ്ടത്. ബാക്കിയെല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ല ഹോട്ടലാണ്, അവരെല്ലാവരും ഫുഡ് കഴിച്ചോന്നും എല്ലാം അന്വേഷിച്ചിട്ടാണ് അവർ പോലും ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാം നല്ല. അതുപോലെ ബാത്റൂം സൗകര്യം ഉള്ളിടത്തെല്ലാം നമ്മളെ വയസ്സായവരൊക്കെ ഉണ്ട്, എല്ലാവർക്കും ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ആ ബാത്റൂം സൗകര്യം ഉള്ളിടത്ത് തന്നെ വണ്ടി കൊണ്ട് നിർത്തും. അങ്ങനെ നമുക്കെല്ലാം കൊണ്ടും നല്ല ഒരു കുറ്റവും നമുക്ക് പറയാനില്ലാത്ത ഒരു യാത്രയായിരുന്നു. എന്തായാലും KSRTCയൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം നമുക്കിങ്ങനെ ടൂറിസം പാക്കേജായിട്ട് ഇപ്പം ഒരു ബസ്സൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും കൂടെ ചേർന്ന് പോകണമെങ്കിലൊക്കെ എന്ത് പാടാകും. ഇതിപ്പോൾ പല സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് KSRTCയെ വിശ്വസിച്ച് ആ ടൂർ പോയി അത് ഒരു വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം മാറി അത് എല്ലാ ആൾക്കാരും ഒരുപാട് പേര് ഇപ്പം KSRTCയുടെ പാക്കേജ് ടൂർ വഴി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം വീട്ടിനുള്ളിൽ അടച്ചിരുന്ന അമ്മമാരായാലും അച്ഛന്മാരായാലും അതുപോലെ മക്കളൊക്കെ വിദേശത്തായി, ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവകൾ, അതേപോലെ സ്ത്രീകൾ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിരിക്കുന്ന അവർക്കൊക്കെ വളരെയധികം നല്ല ഒരു ടൂർ പാക്കേജാണ് KSRTCയുടെ ടൂർ പാക്കേജ്. നല്ല ഉത്തരവാദിത്തമായിട്ട് അവർ കൊണ്ടുപോയിട്ട് വരികയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പം ഒരുപാട് പൈസയൊക്കെ ബാങ്കിൽ ഇട്ടിട്ട് വെറുതെ ഇരുന്ന് ആരും കൊണ്ടുപോകാനില്ല, മക്കളൊക്കെ വിദേശത്താണ്, പിന്നെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങാനൊരു തോന്നൽ വന്നിട്ടുള്ളതും ഏറ്റവും നല്ലതാണ് ഇതൊക്കെ വന്നതുകൊണ്ട്. പിന്നീട് ഞാൻ അതിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ടൂറിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്കൊക്കെ തരും. അപ്പോഴെല്ലാവരും 7-8 പ്രാവശ്യം പോയവരും അതുപോലെ 10-12 പ്രാവശ്യം കൊണ്ട് പോകുന്നവരുണ്ട്. പിന്നെ എല്ലാ മാസവും ഒരു ടൂറ് 2 ടൂറെങ്കിലും പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അതിൽ ആദ്യമായിട്ട് KSRTCയുടെ ടൂറ് വന്നത്. ബാക്കി എല്ലാവരും 1-ൽ കൂടുതൽ പ്രാവശ്യം പോയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത്രയും നല്ല സൗകര്യമായിട്ട് ഉത്തരവാദിത്തമായിട്ട് അവർ കൊണ്ടുപോകുന്നതുകൊണ്ടാണല്ലോ അതിൽ ആൾക്കാർ ഇതുപോലെ കയറുന്നത്. അതുപോലെ കണ്ടക്ടർ പറഞ്ഞു ഇതെല്ലാ യാത്രകളും വളരെ പിന്നെ എല്ലാ മാസവും ഒരു 10-12 യാത്രയെങ്കിലും അവർ പോകുന്നുണ്ട്, നല്ല എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട് യാത്രക്കാരൊക്കെ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഗവിയൊക്കെ ആയപ്പോഴേ ഗവി ഒരു പ്രാവശ്യം ആൾ കുറവായതുകൊണ്ട് മാത്രം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ആളായപ്പോഴാണ് ഇപ്പം പോയത്. പിന്നെ അതുപോലെ രാമേശ്വരം, പിന്നെ അതുപോലെ ഇതുപോലെ നാലമ്പല ദർശനം, അതേപോലെ മിക്കവാറും തട്ടേക്കാട് ടൂറിസം, അങ്ങനെ അവർ തേക്കടി, വയനാട്, പിന്നെ ഇപ്പോൾ ഉടനെ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു വാഗമൺ, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നല്ല ഇതായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ KSRTCയുടെ ടൂറ്. അവർക്കും അവരുടെ KSRTCയുടെ ഉന്നമനത്തിനും നല്ലതാണ്, നമ്മൾക്ക് നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം കൊണ്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു KSRTCയുടെ ഉല്ലാസയാത്ര. അപ്പോൾ പോകണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ വീടിനടുത്തുള്ള KSRTC ഡിപ്പോയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ആപ്പ് വഴി KSRTCയുടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വീടിനടുത്തുള്ള നമുക്ക് സൗകര്യപ്രദമായ ഡിപ്പോ തിരഞ്ഞെടുക്കുക. അവിടുന്ന് DTCയുടെ ഡിസ്ട്രിക്ട് ടൂറിസം സെൻറ്റർ അങ്ങനെ അതാണെന്ന് തോന്നുന്നു, DTC എന്നാണ് പറയുന്നത്. അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ അതിൻ്റെ നമ്പർ കിട്ടും, കോൺടാക്റ്റ് നമ്പർ. ആ നമ്പർ വിളിക്കുമ്പോൾ നമ്മുടെ നമ്പർ അവർ ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഏത് യാത്ര വരുമ്പോഴും നമുക്കതിൽ നോക്കി നമ്മുടെ സൗകര്യപ്രദമായ ദിവസം നോക്കി നമുക്ക് പോകാനും പറ്റും.
അങ്ങനെ എല്ലാം കൊണ്ടും വളരെയധികം നല്ലതാണ് KSRTC വഴിയുള്ള ഉല്ലാസയാത്ര. ഒന്നും പേടിക്കേണ്ട, നന്നായിട്ട് ഉള്ള യാത്രയാണ്. പിന്നെ വെറുതെ വീട്ടിൽ ഇരുന്ന് സമയം കളയാതെ യാത്രകളൊക്കെ പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എപ്പോഴും അമ്മയും മക്കൾ, അച്ഛൻ അല്ലെങ്കിൽ മക്കളുടെ മക്കൾ, അവരുടെ കൊച്ചുങ്ങൾ, ഇങ്ങനെ എല്ലാവരെയും നോക്കി നോക്കി നമ്മുടെ ജീവിതം കളയാൻ ശ്രമിക്കരുത്. കുറച്ചൊക്കെ നമുക്കും കൂടെ നമ്മുടെ കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. അതുപോലെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ കാണണം. ഇനിയിപ്പോൾ സമയമില്ല. വന്ന വയസ്സായ അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്കിപ്പോൾ 10, 70, 65, 70 ഒക്കെ വയസ്സായി. ഇപ്പം കാലും മുട്ടും ഒക്കെ നന്നായിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ കൂടുതൽ വയ്യാതാകുമ്പോൾ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്യാനും സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ താല്പര്യമുള്ളവർക്ക്, അല്ല വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇഷ്ടമുള്ളവർ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. അല്ല യാത്ര ചെയ്യാനും സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് KSRTC വഴിയുള്ള ഉല്ലാസയാത്രാ പദ്ധതി. അതിൽ എല്ലാവരും അംഗമാകണം. അതിനകത്ത് അംഗമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ പൈസയുടെ പാക്കേജുകളൊന്നുമില്ല. അവരെല്ലാം ഫുഡ് ഉൾപ്പെടെ, അതുപോലെ പ്രവേശന ഫീസ്, ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ടൂറിസത്തിൻ്റെ ആകുമ്പോൾ അവിടെ കയറി കാണുന്നതിനൊക്കെ പ്രവേശന ഫീസൊക്കെ ഉണ്ട്. എല്ലാം ഉൾപ്പെടെയാണ് അവർ ഈ പാക്കേജ് പറയുന്നത്. പിന്നെ നമ്മൾ വെള്ളമോ അല്ല നമുക്ക് വേണ്ടുന്ന മരുന്നോ, അതേപോലെ തണുപ്പ് സ്ഥലമാണെങ്കിൽ തണുപ്പിൻ്റെ തുണി സെറ്ററോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ അവരത് ലിസ്റ്റ് ഇടും. അതൊക്കെ കൊണ്ടു ചെന്നാൽ മാത്രം മതി. അതുകൊണ്ട് എല്ലാം കൊണ്ട് വളരെ നല്ല ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഗവിയിലാണ് പോയത്. ഗവിയിൽ നല്ലതായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോയി പരുന്തുംമേട് എന്ന് പറയുന്ന ഒരു ടൂറിസം പ്ലേസ് ഉണ്ടായിരുന്നു, അവിടെ കാണിച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ച് രാത്രിയിൽ നമ്മൾ ഭക്ഷണം കിട്ടുന്ന നല്ലൊരു ഹോട്ടലിൽ കൊണ്ട് നിർത്തി അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ആണ് ഞങ്ങൾ തിരികെ വന്നത്. എനിക്ക് യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബസ് മാത്രമേ ഉള്ളൂ ചിലർക്ക് അല്പം ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ, ബസ്സിൽ ഇങ്ങനെ ഒത്തിരി നേരം ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, കുഷ്യനൊക്കെ നല്ലൊരു ബസ്സിൻ്റെ സീറ്റൊക്കെ നല്ലതാണെങ്കിൽ ഇച്ചിരി കുറച്ചുകൂടെ നല്ല യാത്രയായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. KSRTCയുടെ വഴിയുള്ള ഈ യാത്രാ പദ്ധതിയിൽ എല്ലാവരും ഉൾപ്പെടുക. അതുപോലെ തന്നെ എല്ലാവരും ടൂറിസം ഇഷ്ടപ്പെടുന്നവരെല്ലാം യാത്രകൾക്ക് തയ്യാറാവുക. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ ഉണ്ട്, അതൊക്കെ പോയി കാണുക. കുറച്ച് ആ ഒരു ദിവസം നമ്മുടെ മനസ്സ് വേറെ ഒന്നിലും നമ്മൾ ചിന്തിക്കത്തില്ല. ആ ഒരു ദിവസം നമുക്കായിട്ടങ്ങ് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതേപോലെ നമ്മൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് പോകുന്ന ആൾക്കാരെല്ലാം വീണ്ടും വീണ്ടും പോകുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ദിവസം നമ്മുടെ വേറെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും KSRTCയുടെ യാത്രകളിൽ കൂടെ പോകുന്നത് നല്ലതാണ്. നമ്മൾ തനിയെ പോയി ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ആയിട്ട് പോകുന്നതിനേക്കാളും ഇങ്ങനെ കൂട്ടുചേർന്ന് പോകുമ്പോൾ കുറച്ചുകൂടെ രസമാണ്. എല്ലാവരും പാട്ടൊക്കെ പാടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉല്ലാസവാന്മാരും ഉല്ലാസവതികളും ഒക്കെ ആവും. പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല. ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്ത് വലിയ ആഹ്ലാദ തിമിർപ്പോടാണ് അതിലൂടെ യാത്ര ചെയ്യുന്നത്. അത് ഒരു ദിവസം പോകുമ്പോഴേ അതിൻ്റെ ഒരു മനസ്സിലാവത്തുള്ളൂ കേട്ടോ. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും പോകണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇത്രയൊക്കെയുള്ളൂ എനിക്ക് KSRTCയുടെ ഉല്ലാസയാത്രാ പദ്ധതിയെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് യാത്രകളെല്ലാവരും ഇഷ്ടപ്പെടുക, യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർ സമയം കണ്ടെത്തുക. എല്ലാത്തിനും സമയമുണ്ട്, സമയമില്ലാതൊന്നുമില്ല. അവരവർ കണ്ടെത്താത്തത് കൊണ്ടാണ്, അവരവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അന്നേരം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഉല്ലാസയാത്രാ പദ്ധതിയാണ് KSRTCയുടേത്. ഇത്രയൊക്കെയുള്ളൂ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.